9ാം പ്രതിയാണ് കനിവ്. സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്ത് 3 ഗ്രാം കഞ്ചാവ് മാത്രമല്ല, കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം, പിന്നെ ഒപ്പം തന്നെ ഈ കുപ്പിയുടെ മധ്യഭാഗം കിഴുത്ത ദ്വാരമിട്ട ശേഷം അതിൽ കൂടെ ഈ ബോംഗ് മാതൃകയിൽ കഞ്ചാവ് വലിക്കാൻ വേണ്ടിയിട്ട് കുപ്പി ഉണ്ടായിരുന്നു, പച്ചപ്പപ്പായയുടെ തണ്ട് എന്നിവയൊക്കെ കഞ്ചാവ് ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് എക്സൈസിന്റെ ഈ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. കായംകുളം MLA പ്രതിഭയുടെ മകന്റെ കയ്യിൽ നിന്ന് കഞ്ചാവുമായി പിടിയിലായി എന്നുള്ള വാർത്തകൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് ആദ്യ സമയത്തൊക്കെ 90, പിന്നെ 30, പിന്നെ 3 ആയിട്ട് ഗ്രാമമായിട്ട് മാറി എന്നുള്ളത് വേറെ ഒരു സത്യം. ഇതിൻ്റെ ഇടയിൽ പല വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. തകഴിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള വാർത്തകൾ വരുന്നു. കൂട്ടമായിട്ട് ഇരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കോൾ എക്സൈസിന് കൊടുക്കുന്നു. അവിടെ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സൈസ് എത്തുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പലരും കഞ്ചാവ് ഉപയോഗിച്ചു, അതിലെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം റിപ്പോർട്ട് ചെയ്ത് കുറച്ച് നേരത്തിന് ശേഷം പ്രതിഭയുടെ മകനെ വിട്ടയക്കുന്നു. അപ്പം മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതിഭ ചില പ്രശ്നങ്ങളുമായിട്ട് വന്നു. എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പിടിച്ചിട്ടേ ഇല്ല, അവനും കൂട്ടുകാരും എല്ലാവരും കൂടി ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ എക്സൈസ് വന്ന് ചോദ്യം ചെയ്തതേ ഉള്ളൂ. ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ല, പോലീസ് കേസെടുത്തിട്ടില്ല എന്നൊക്കെയുള്ള വാദങ്ങളുമായിട്ട് പ്രതിഭ വന്നു. അപ്പോൾ ഒരു അമ്മയുടെ മനസ്സാണ്, MLA ആണ്, തൻ്റെ പാർട്ടിക്കെതിരായിട്ട് എതിർപക്ഷം ശബ്ദമുയർത്തുമെന്ന് മനസ്സിലാക്കിയ പ്രതിഭ വന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആദ്യമേ നമുക്ക് ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തയൊന്ന് കേൾക്കാം. എനിക്ക് തോന്നുന്നു എല്ലാവരും കേട്ടതാണെന്ന് തോന്നുന്നു. നമുക്ക് അധികം ഒന്നും പോകുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. കായംകുളം MLA U പ്രതിഭയുടെ മകൻ 90 ഗ്രാം കഞ്ചാവുമായി പിടിയിലായി എന്നതാണ്. കുട്ടനാട് എക്സൈസ് ആണ് കനിവിനെ കസ്റ്റഡിയിലെടുത്തത്. സുഹൃത്തുക്കളായ 9 പേരും പിടിയിലായിട്ടുണ്ട്. ഇതായിരുന്നു വാർത്ത. ഈ വാർത്ത വന്നതിൻ്റെ പുറകെ തന്നെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. തലങ്ങനെയും വിലങ്ങനെയും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. നിസ്സാര കാര്യമാണ് കിട്ടിയത്. ഭരണകക്ഷിയായ ഒരു MLAയുടെ മകൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവുമായിട്ട് പിടിയിൽ എന്ന് വന്നു കഴിയുമ്പോൾ അത് ആഘോഷിച്ചു എന്ന് തന്നെ പറയാം. ആഘോഷങ്ങൾ കുറവായിരുന്നു എന്നെനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു 8 ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് 90 ഗ്രാമോ അങ്ങാണ്ടോ ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അന്നേരം പ്രതിഭയുടെ മകൻ ഉണ്ട് എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു എക്സൈസുകാർ പോലും അറിഞ്ഞു കാണത്തില്ല. ഇതിനകത്ത് MLAയുടെ മകൻ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ നേരത്തെ തന്നെ മാറിയേനെ. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ടെൻഷനായിരിക്കുന്നത് ഇപ്പോൾ അവർക്കാണ്. അവർ കേസ് ചാർജ് ചെയ്യുകയും ചെയ്തു. അവസാനം ഇത് MLAയുടെ മകനാണെന്ന് അറിയുകയും ചെയ്തു. എന്താ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെകുത്താനും കടലിനും ഇടയിലാകപ്പെട്ട മാധ്യമങ്ങളോട് വിളിച്ച് പറയുകയും ചെയ്തു. എക്സൈസുകാരാണ് മാധ്യമങ്ങളോട് വിളിച്ച് പറഞ്ഞ് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. അവസാനം മാധ്യമങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇട്ടൊഴിയാനും പറ്റത്തില്ല. ആ അവസ്ഥയിലേക്ക് അവർ മാറി എന്നുള്ളതാണ്. അവസാനം 3 ഗ്രാം ആയിട്ട് കുറച്ച് സ്റ്റേഷൻ ജാമ്യത്തിലേക്ക് വിട്ടയച്ചു എന്നാണ് പറയപ്പെടുന്നത്. ചിലരെങ്കിലും ആശയം ഉന്നയിക്കുന്നത്, ഞാൻ പറയുന്നതല്ല, ചിലരെങ്കിലും ആശയം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ ആശയം ഉന്നയിക്കുന്നത് ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് ആശയം ഉന്നയിക്കുന്നത്. ആശയങ്ങൾ ഒരു വശത്ത് നടക്കട്ടെ. ഏതായാലും പ്രതിഭയുടെ എക്സ്പ്ലനേഷൻ ഇതിൻ്റെ ഇടയിൽ വന്നു. എൻ്റെ മകൻ നിരപരാധിയാണ്, എൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ പിടിച്ചിട്ടില്ല എന്ന്. ഇതിന് മുന്നോടിയായി ഈ വാർത്ത വന്നപ്പം തന്നെ ചിലരെല്ലാം കമൻ്റായിട്ട്, ഞാൻ ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ താഴെ അതിൻ്റെ കമൻറ്റുകൾ വായിച്ചു നോക്കാറുണ്ട്. അതിനകത്തൊക്കെ വന്നത് നാളെ ഒരുപക്ഷെ ഇത് ആവിയായി പോകും. ചിലർ പറഞ്ഞു ഇത് MLAയുടെ മകനാണെന്ന് അറിഞ്ഞില്ല, അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ വിട്ടേനെ എന്ന് പറഞ്ഞു. ഇത് നാളെ കൂവപ്പൊടിയായിട്ട് രൂപപ്പെടും എന്നൊക്കെയാണ് ഓരോരുത്തർ കമൻറ്റ് ചെയ്തത്. അപ്പം നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന ഓരോ രീതി അനുസരിച്ചാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് അല്ലേ. പ്രത്യേകിച്ച് ഭരണകക്ഷി MLA ആകുന്നതുകൊണ്ട് അതിൻ്റെ സ്വാധീനം ഉണ്ടാകുമെന്ന് ജനങ്ങൾ ധരിക്കുന്നു. ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പണ്ടത്തെ പല തീരുമാനങ്ങളും അതിന് ആസ്പദമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ജനങ്ങൾ ഇങ്ങനെ ഒരു കമൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആദ്യമേ 90 ഗ്രാമിൽ തുടങ്ങി 30 ഗ്രാമായി, പിന്നെ 3 ഗ്രാമായിട്ട് കുറയുകയൊക്കെ ചെയ്തു. അതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രതിഭയുടെ എക്സ്പ്ലനേഷൻ വരുന്നു. ഇത് തെറ്റായ വാർത്തയാണ്, ഈ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രതിഭയുടെ
ഇത് വരുന്നത്. അതിനിടയിൽ പ്രതിഭയുടെ മകനും ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്നെ പോലീസൊന്നും പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയുമായിട്ട് വരുന്നു. ഏതായാലും മാധ്യമങ്ങൾക്കെതിരെ പൊട്ടിത്തെറിച്ച പ്രതിഭയാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൂടെ പേര് കൂടി ഇരുന്നിട്ട് അവരെ പിടിച്ചോണ്ട് പോയി. അതായത് അവർ കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത്. ഇപ്പം ഒരു അസ്വാഭാവികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, നമുക്ക് സംശയാസ്പദമായിട്ടൊക്കെ ആരെങ്കിലും കണ്ടാൽ സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യാം. അതിൽ എക്സൈസുകാർ ആര് ചോദ്യം ചെയ്താലും ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അതിനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. വന്ന വാർത്ത എന്താ? കഞ്ചാവുമായി MLA പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ്. ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത്. ബാക്കി അവിടെ നടന്നിപ്പോൾ ചിലപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് അവർ പിടിച്ചിട്ടുണ്ടാവും, കൂടിയിരിക്കുന്നവരെ ചോദ്യം ചെയ്യുമായിരിക്കും. അങ്ങനെ ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തയാണ് തീർച്ചയായിട്ടും തെറ്റായ വാർത്തയാണെന്ന് പറഞ്ഞാൽ എന്നോടൊന്ന് ചോദിക്കാൻ പോലും നിന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും എക്സൈസ് ഓഫീസിൽ ചോദിച്ചു. അപ്പോൾ അങ്ങനൊരു വാർത്ത അവരാരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് അവർ തീർത്ത് പറയണം. അങ്ങനത്തെ ഒരു കാര്യം അവിടെ, കാരണം എന്തെങ്കിലും പിടിച്ചാലല്ലേ പിടിച്ചെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം പിടിച്ചിട്ട് ഈ പറഞ്ഞ ഈ ഗ്യാങ്ങിൽ നിന്ന് പോലും പിടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി. ഏതായാലും ഇങ്ങനെ പൊട്ടിത്തെറിച്ച മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കും എന്നൊക്കെയാണ്. മാധ്യമങ്ങളോട് പിന്മാറുന്നുണ്ടോ? മാധ്യമങ്ങളോട് ഇത് വിളിച്ചു പറഞ്ഞത് എക്സൈസുകാരാണ്. അവർ തന്നെയാണ് ഒറ്റുകൊടുത്തിരിക്കുന്നത്. എക്സൈസുകാർ പൊതുവെ അറിഞ്ഞില്ല. അവരൊരു കേസ് പിടിച്ചു കഴിയുമ്പോൾ, അവർ ഒത്തിരി നാളിന് ശേഷം ഒരു കേസ് പിടിച്ചു കഴിയുമ്പം അവരെ സംബന്ധിച്ച് ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു കഴിയുമ്പോൾ അത് വലിയൊരു വാർത്തയാണ്. പക്ഷെ അവരറിഞ്ഞില്ല ഇതിനകത്ത് കിടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ MLA മകനാണെന്ന് അവരറിഞ്ഞില്ല. ഒന്നുമില്ലെങ്കിൽ പയ്യൻ പറയട്ടെ, പറഞ്ഞില്ലായിരിക്കാം, എന്തുകൊണ്ടോ പറഞ്ഞില്ല, എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് വാങ്ങിപ്പോയി എന്നുള്ളതാണ്. പിന്നെ 4 മണിക്കൂറിന് ശേഷമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വരുന്നതെന്ന് മാധ്യമങ്ങൾ പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം പിന്നെ അതിനുശേഷം എക്സൈസിനെയൊക്കെ വിളിച്ചിട്ട് ഇവരൊന്നും ഫോൺ എടുക്കാറായി. പിന്നെ 4 മണിക്കൂറിന് ശേഷമാണ് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നത്. ഏതായാലും ഇത് തെറ്റായ വാർത്തയാണ് എന്നാണ് പ്രതിഭ പറയുന്നത്. അപ്പം ഇന്നലെ ഈ വാർത്ത കേട്ടപ്പം തന്നെ ജനങ്ങൾ പറഞ്ഞത് ഇത് ആവിയായി പോകും എന്നൊക്കെയുള്ളതാണ്. അപ്പം നമുക്ക് തോന്നി MLA മകന് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. ഇവരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഞാനെപ്പോഴും വിചാരിക്കും, ഇപ്പം പ്രതിഭ എന്ന് പറയുന്ന MLA ഒന്നും ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റു പറയത്തില്ല. കാരണം എല്ലാ മനുഷ്യരും അങ്ങനെയാണ്, സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതിൻ്റെ പേരിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വെളുത്തം പോയാൽ പരമാവധി അത് ഒതുക്കി തീർക്കാനേ ശ്രമിക്കത്തുള്ളൂ. ഏതൊക്കെ രീതിയിൽ കാല് പിടിക്കാൻ പറ്റുമോ അതൊക്കെ രീതിയിൽ കാല് പിടിക്കും. അത് MLA അല്ല, പ്രതിഭ എന്ന് പറയുന്നൊരു അമ്മയാണ്. അപ്പം ആ അമ്മയുടെ മനസ്സ് ആരും കാണാതെ പോകരുത്. കാരണം MLA എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു അമ്മയാണ്. അമ്മ മകൻ ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് കഴിയുമ്പം അമ്മയുടെ സ്വാധീനങ്ങളെല്ലാം ഉപയോഗിച്ച്, അത് നമ്മളായാലും MLA ആരായാലും ആ സ്വാധീനം ഉപയോഗിച്ച് മകനെ രക്ഷപ്പെടുത്താൻ നോക്കും. അവർ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അല്പം മുമ്പ് വന്ന മാധ്യമങ്ങളോട് പിണക്കാൻ പറ്റത്തില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. ഇപ്പം സാങ്കേതികമായി പ്രതിഭ പറയുന്നതും മകൻ പറയുന്നതും ചില സാങ്കേതികമായ അവരുടെ ശരിയുണ്ട്. കാരണം ഈ മകൻ്റെ കയ്യിൽ നിന്നല്ല ഈ കഞ്ചാവ് പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് വേറൊരു സത്യമാണ്. ഇവർ 5-6 പേരുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്നാണ് പിടിക്കുക. അത് എത്ര ഗ്രാമുണ്ട് എന്നുള്ളത് സത്യസന്ധമായ വിവരണങ്ങൾ കിട്ടിയിട്ടില്ല. വാർത്തകൾ പലതും വരും. നമ്മൾ എപ്പോഴും വാർത്തകൾക്ക് പ്രാധാന്യമാണ് കൊടുക്കുന്നത്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്കാണ് പ്രാധാന്യം. മാധ്യമങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന എക്സൈസിൽ നിന്ന് വിളിച്ചാണ് പറഞ്ഞത് എന്ന് പറയും. ഇപ്പം പ്രതിഭയുടെ മകനെ പിടിക്കാൻ വേണ്ടി ചിലപ്പം പാർട്ടിയിൽ നിന്ന് തന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നോ ആരെങ്കിലും ഇവരെ ഇഷ്ടമില്ലാത്തവരെ കോൾ ചെയ്തായിരിക്കും ഇത് പറഞ്ഞത്. ഇവരെ പിടിപ്പിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പം അതൊക്കെ അതിൻ്റെ ഒരു കളികളാണ്. ഏതായാലും അമ്മയെന്ന നിലയിൽ ഞാൻ പറയുന്നത് പ്രതിഭ ന്യായീകരിക്കുന്നതും തൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷെ പ്രതിഭയെ ആപ്പിലാക്കിക്കൊണ്ടാണ് മാധ്യമങ്ങൾ വീണ്ടും ഇതിൻ്റെ FIRന്റെ കോപ്പി പുറത്ത് വിട്ടുകൊണ്ടാണ് വീണ്ടും തിരിച്ചടിച്ചത്. അത് നമുക്കൊന്ന് കാണാം. ഇതിനകത്ത് വ്യക്തമായിട്ട് പ്രതിഭയുടെ മകൻ്റെ പേര് കഞ്ചാവ് പിടിച്ച കേസിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്കതൊന്ന് കേൾക്കാം. കുട്ടനാട് റേഞ്ച് എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ്
ഈ കനിവ് അടക്കമുള്ള 9 പേരെ സംശയത്തിന്റെ സാഹചര്യത്തിൽ മാത്രം ചോദ്യം ചെയ്ത് വിട്ടയക്കുകയായിരുന്നു എന്നായിരുന്നു മാധ്യമ വാർത്തകൾക്കെതിരെ കായംകുളം MLA യു പ്രതിഭ പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ എക്സൈസിന്റെ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടാണ് അവർ പബ്ലിക്കായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് അതിൽ 9 പ്രതികളാണ്. അതായത് തകഴിയിൽ ഒരു സ്ഥലത്ത് വെച്ച് 6ാം വാർഡിലെ ഒരു സ്ഥലത്ത് വെച്ച് വിരിപ്പാറ എന്ന സ്ഥലത്ത് വെച്ച് 9 പേരെ പിടികൂടിയിട്ടുണ്ട്. കഞ്ചാവ് കൈവശം വെച്ചതിലാണ് 3 ഗ്രാം കഞ്ചാവ് ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 9ാമത്തെ പ്രതിയാണ് യു പ്രതിഭയുടെ മകൻ 21 വയസ്സുകാരൻ കനിവ്. ഇവരിൽ നിന്നും കഞ്ചാവ് കൈവശം വെച്ചതിനും ഒപ്പം ഉപയോഗിച്ചതിനും, കഞ്ചാവ് ഉപയോഗിച്ചാൽ പോലും എക്സൈസിന് കേസ് രജിസ്റ്റർ ചെയ്യാം. പക്ഷെ 1 കിലോയിൽ താഴെ കഞ്ചാവ് ആണെങ്കിൽ അവർക്ക് 2 ആൾ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കും. കേസിൽ 9ാം പ്രതിയാണ് കനിവ്. സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്ത 3 ഗ്രാം കഞ്ചാവ് മാത്രമല്ല, കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം, പിന്നെ ഒപ്പം തന്നെ ഈ കുപ്പിയുടെ മധ്യഭാഗം കിഴുത്ത ദ്വാരമിട്ട ശേഷം അതിൽ കൂടെ ഈ ബോംബ് മാതൃകയിൽ കഞ്ചാവ് വലിക്കാൻ വേണ്ടിയിട്ട് കുപ്പി ഉണ്ടായിരുന്നു, പച്ചപ്പപ്പായയുടെ തണ്ട് എന്നിവയൊക്കെ കഞ്ചാവ് ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് എക്സൈസിന്റെ ഈ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. മകനെതിരെ പക്ഷേ ഉള്ളത് വ്യാജ വാർത്തയാണെന്ന വിശദീകരണവുമായി ഇന്നലെ ഫേസ്ബുക്ക് ലൈവിലൂടെ യു പ്രതിഭ MLA രംഗത്തെത്തിയിരുന്നു. മാധ്യമങ്ങൾ കള്ളവാർത്ത നൽകിയെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു യു പ്രതിഭയുടെ പ്രതികരണം. പക്ഷേ ഈ വാർത്ത വാസ്തവമായിരുന്നു എന്നും അതിൽ യാഥാർത്ഥ്യമുണ്ടെന്നും തെളിയിക്കുന്നതാണ് എക്സൈസ് തന്നെ പുറത്തുവിടുന്ന ഈ രീതിയിലുള്ള FIR ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ കൂടെ പുറത്തു വരുന്നത്. പക്ഷേ ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഈ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? കേസിൻ്റെ പുറത്ത് ഇപ്പം സ്വാധീനം ഉപയോഗിച്ച് ഉള്ളവർ അത് ഉപയോഗിച്ചൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സാധാരണക്കാരാണെങ്കിൽ പിടിക്കപ്പെടുക, അത് 100% ഉറപ്പാണ്. ഞാനൊരു നിസ്സാര കാര്യം ഓർക്കുക. നമ്മുടെ ഒരു പയ്യന് ഒരു തത്തയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് മലംകുലുക്കി തത്തയോ ഏതാണ്ട് ഒരു പേര് പറയുന്നേക്കാം. അതങ്ങനെ അത് നമ്മളെ അത് വളർത്താൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അത് അന്നേരമാണ് നമ്മൾ അറിയുന്നത് തത്തയെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നമാണ്. അവന് ഒരു രാത്രിയിൽ ഈ ഇവർ വന്ന് ഫോറസ്റ്റുകാർ വന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവന് അതിന് മുന്നോടിയായിട്ട് അവന് എവിടുന്നോ ആരോ കൊണ്ട് കൊടുത്തതാണ്, അവൻ കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്. പക്ഷേ ആ ഈ പയ്യനോട് എക്സൈസ് ഈ ഫോറസ്റ്റുകാർ ആവശ്യപ്പെട്ടു, ആരാണ് കൊടുത്തതെന്ന് പറയൂ, നിൻ്റെ കയ്യിൽ വശമുള്ളതല്ല എന്ന്. പക്ഷെ അവൻ മറ്റവനെ ഒറ്റ കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അവസാനം ഇവനെ അറസ്റ്റ് ഇത് ചെയ്തുകൊണ്ട് പോകുന്നു. പോയതിന് ശേഷം ജാമ്യം എടുത്തൊക്കെയാണ്, കോടതിയിൽ പോയി ജാമ്യം എടുത്തൊക്കെയാണ് വന്നത്. നമ്മൾ പരമാവധി കാലി പിടിച്ച് നോക്കി. പക്ഷെ അന്നേരമൊന്നും അവർ സമ്മതിച്ചില്ല. കാരണം ഇത് ഒരു കാരണവശാലും പറ്റത്തില്ല. വളരെ ചെന്നൈയിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് ഈ കൊച്ചിയിൽ നിന്ന് വന്നവരാണ്. അപ്പം പല ഭാഗത്ത് നിന്ന് വീട് വളഞ്ഞാണ് ഇത് പിടിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ മരംകുരുക്കി തത്ത് അങ്ങനെ കണ്ട ഒരു പേര് പറഞ്ഞത്. ആ തത്തയ്ക്കൊക്കെ ഇത്ര പ്രാധാന്യമാണ് മനുഷ്യനേക്കാൾ പ്രാധാന്യമാണ് ഗവൺമെൻറ്റുകൾ കൊടുക്കുന്നത് എന്ന് ഓർത്തു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് കോൾമയർ കൊണ്ടു കേട്ടോ. ഏതായാലും അവനെ പിന്നെ നമ്മൾ പരമാവധി അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, 10-17 വയസ്സേ ഉള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു തരത്തിൽ പലരെ കൊണ്ട് വിളിച്ചു പറയും. നമ്മുടെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് പലരെ കൊണ്ട് വിളിച്ചു പറയാൻ ശ്രമിച്ചു. നമ്മുടെയൊക്കെ സ്വാധീനം ചെറുതല്ലേ. പക്ഷേ അതൊന്നും വഴിപ്പെട്ടില്ല. അവനെ കൊണ്ടുപോയി അവസാനം കോടതിയിൽ നിന്നാണ് ജാമ്യം എടുക്കുന്നത്. അതൊരു വേറെ ഒരു കഥ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സ്വാധീനമുള്ളവർക്കൊന്നും ഇതൊരു വിഷയമല്ല എന്ന് നമ്മൾ പലയിടത്തും കണ്ടു. ഇപ്പം ഇതിൻ്റെ താഴെ വന്നേക്കുന്ന കമൻറ്റുകളും എല്ലാം അതൊക്കെ തന്നെയാണ്. ഞാൻ 1-2 കമൻറ്റുകൾ വായിക്കാം. അത് രാഷ്ട്രീയക്കാരോട് പൊതുവെ എതിർപ്പുള്ള ജനങ്ങളാണല്ലോ. അവർക്ക് പലപ്പോഴും പല കേസിലുമൊക്കെ ഇവരാവപ്പെട്ടു. പക്ഷേ ഇവർക്ക് ഭരണസ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഇവരൊക്കെ രക്ഷപ്പെടുന്ന കാണുമ്പോഴുള്ള മുറുമുറുപ്പാണ് ഈ കമൻറ്റുകളിലെല്ലാം കാണുന്നത്. എല്ലാം ഈ MLAയും ഭരണകൂടത്തിനും എതിരായിട്ടാണ് കമൻറ്റുകൾ പലതും വരുന്നത്. 90% കമൻറ്റുകൾ. അതിനകത്ത് ചിലതും പറയുന്നു MLA പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ മകൻ നിരപരാധിയാണ്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എന്ന് പറയുന്ന MLA നമുക്ക് കാണാൻ പറ്റും എന്നാണ് ചിലവരുടെ കമൻറ്റ്. അതുപോലെ ചാനലുകൾക്കെതിരെ കേസിന് പോകുന്നതിന് പകരം സ്വന്തം മകനെ നന്നായി വളർത്താൻ MLA ശ്രദ്ധിക്കൂ എന്ന് പറയുന്ന കമൻറ്റിങ് നമ്മൾ കണ്ടു. അങ്ങനെ നിരന്തരം MLAക്കെതിരെയുള്ള ആക്ഷേപങ്ങളുമായിട്ടുള്ള കമൻറ്റുകളാണ് ഇതിനകത്ത് കൂടുതലും കണ്ടത്. ഇതിനകത്ത് വേറെ ഒരു സംഭവമുണ്ട്. എനിക്ക് എത്ര ആലോചിച്ചിരിക്കും പിടിക്കാതെ. ഇപ്പം നമ്മൾ മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഈ ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും അല്ലേ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കണം, എങ്കിൽ മാത്രമേ അത് കേസ് നിലനിൽക്കത്തുള്ളൂ. പക്ഷേ ഇത് കഞ്ചാവ് അടിക്കുന്ന സമയത്ത് പിടിച്ചു, അല്ലാതെ കഞ്ചാവുമായിട്ട് പിടിച്ചു, ഇവരെല്ലാം കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്.
പക്ഷേ അന്നേരം ഒന്നും തന്നെ ഇവരെ മെഡിക്കൽ എടുത്തതായിട്ടുള്ള പ്രാഥമികമായ കാര്യമാണ് മെഡിക്കൽ എടുക്കുക എന്നുള്ളത്. അതിൻ്റെ യാതൊരുവിധ റിപ്പോർട്ടും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നെനിക്കറിയില്ല. ഇപ്പം ഒരാൾ മദ്യപിച്ചു എന്നറിയണമെങ്കിൽ അത് കോടതി ചെല്ലണമെങ്കിൽ ആ കേസ് നിലനിൽക്കണമെങ്കിൽ അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അതുപോലെ ഒരാൾ കഞ്ചാവ് ഉപയോഗിച്ചു എന്നറിയണമെങ്കിൽ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. പക്ഷേ അത് എടുക്കാതെ കോടതിയിലൊക്കെ പോയ എന്തുമാത്രം കേസ് നിലനിൽക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൂ. എനിക്കതിന് യാതൊരുവിധ ഉത്തരവില്ല. ഇനി എടുത്തിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. പക്ഷേ ഇത്രയും നേരമായിട്ടും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തതായിട്ട് നമുക്ക് വാർത്തകളിലൊന്നും കാണുന്നുമില്ല. നമുക്ക് വേറെ സോഴ്സൊന്നുമില്ല. ഈ മാധ്യമങ്ങളെ ആശ്രയിച്ച് നിൽക്കുക മാത്രമേ ഉള്ളൂ. ഈ മാധ്യമങ്ങൾ പറയുന്നതെല്ലാം സത്യസന്ധമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഏതായാലും പ്രതിഭ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പ്രതിഭ ചെയ്തത് തെറ്റാണെന്ന് പറയില്ല. മകനെ ന്യായീകരിക്കാം, സ്വാധീനം ഉണ്ടെങ്കിൽ സ്വാധീനം ഉപയോഗിച്ച് മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. അത് ഏത് മാതാപിതാക്കളും ചെയ്യുന്നത് തന്നെയാണ്. പ്രതിഭ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തേക്കുന്നത്, അതിന് ഞാൻ അവരെ തെറ്റു പറയുന്നൊന്നുമില്ല. പക്ഷേ ചെറുപ്പക്കാരൻ ഇപ്പോഴത്തെ കൂട്ടത്തിൽ, പണ്ടൊക്കെ നമ്മളുടെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂട്ടുകൂടി നിൽക്കുന്ന ഒരു ആനന്ദമാണ്. ആ സമയത്ത് ഒരു സിഗരറ്റ് വലിക്കുക ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ഒരു സിഗരറ്റാണ് വലിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. നാട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം ഏതെങ്കിലും കാര്യം വരുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്കെതിരെയും മറ്റുള്ളവർക്കെതിരെയും നമ്മൾ നീങ്ങുന്നതിന് മുമ്പായിട്ട് MLA ആയാലും മന്ത്രിയായാലും സാധാരണ ജനമാണെങ്കിലും മക്കൾ നേർവഴിയിലാണോ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.